നമ്മൾ ഇമാം ഗസാലിനൊക്കെ യൂറോപ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കൊന്ന് ഏറ്റവും വലിയൊരു ഫിലോസഫറായിട്ടൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇമാം ഗസാലിയെ പറ്റിയുള്ള ഏറ്റവും നല്ല പഠനം സെക്കുലർ സ്പേസിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടാവുക? ഏറ്റവും നല്ലൊരു റെഫറൻസിലുള്ള ഫ്രാങ്ക് ഗ്രിഫൽ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. എന്താ? ഫ്രാങ്ക് ഗ്രിഫൽ. ഓക്കെ. ഫിലോസോഫിക്കൽ തിയോളജി ഓഫ് ഗസാലി. ഇന്ന് അദ്ദേഹമാണ് ഒരു രീതിയിൽ ഇമാം ഗസാലിന് അതോറിറ്റി ആയിട്ട് മുമ്പിലുള്ളത്. ഒരു സെക്കുലർ സ്പേസിൽ അക്കാഡമിക് ഫീൽഡിൽ മുസ്ലിംസിനേക്കാളും ഒരു രീതിയിൽ മുസ്ലിംസ് പോലും ഡിപ്പെൻഡ് ആവുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിലാണ്. ഇമാം ഗസാലി എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇമാം ഗസാലിയുടെ പല കിതാബുകളും ഫാർസിയിലുണ്ട്, അറബിയിലുണ്ട്, അങ്ങനെ പലതും മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഓരോന്ന് അതിൻ്റെ ബാക്കിൽ ഫുൾ ഒരു ഗസാലിയൻ ഫിലോസഫീനെ അകത്തേക്ക് എടുത്തത് അദ്ദേഹമാണ്. ഓക്കെ. അല്ല, അങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇബ്നു തൈമിയ ഫിലോസഫിക്കെതിരാണെങ്കിലും അദ്ദേഹം ഒരുപാട് ഫിലോസഫേഴ്സിന് മറുപടി പറയുന്നുണ്ട്. അല്ല, അതെ അത് ഫിലോസഫി പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ജഹ്മികൾക്കെതിരെ 8 വോള്യം ബയാനു തെൽബീസിൽ ജഹ്മി എഴുതണമെങ്കിൽ ഫിലോസഫി അറിയാതെ എഴുതാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ 8 വോള്യം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് അറിവ് വേണമെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഫിലോസഫി ബേസിക്കലി പഠിക്കണം എന്നല്ല അർത്ഥം. അപ്പം ഇബ്നു തൈമിയനെ റെഫറൻസുകൾ അത് ഇപ്പം അറബിയിലാണ് സയ്യിദ് ഫൂദ എന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ അക്കീദയിൽ സെക്കുലർ സ്പേസിൽ ആരാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജോൺ ഹൂവർ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം മുസ്ലിം അല്ല എന്ന് തോന്നുന്നു എനിക്ക്. ജോൺ ഹൂവറാണ് അദ്ദേഹത്തിൻ്റെ മുകളിലാണ് കൂടുതലും ഡിപ്പെൻഡ് ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്സും ഇബ്നു തൈമിയനെ കുറിച്ചുള്ള തിയറീസ് അതൊക്കെ. ഓക്കെ. ഇപ്പോൾ ആർക്കെങ്കിലും ഇബ്നു തൈമിയ എന്താണ് പറയുന്നുള്ളത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇഖ്തിലാഫ് വരുമ്പോൾ മടങ്ങുന്നത് അദ്ദേഹത്തിലേക്കാണ്. ഇബ്നു ഖൽദൂൻ അവർക്ക് എനിക്ക് അത്ര അങ്ങനെ എന്ത് ഇബ്നു തൈമിയൻ്റെ ഇന്നാണ് ഇങ്ങനെ ഒരു മുമ്പിലോട്ട് അക്കാഡമിക് ഫീൽഡ് വരുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് ഉള്ളത് ഇമാം ഗസാലിൻ്റെ മുകളിൽ തന്നെയാണ്. ഇമാം ഗസാലിയുടെ തിയറീസ്, അതേപോലെ തന്നെ ഇബ്നു തൈമിയ ആൾക്കാർ അങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ പിന്നെ സെൽഫിയുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് പിന്നെയും കുറച്ച് മുമ്പിലോട്ട് വരുന്നത്. അല്ല, ഇതിപ്പം ഫിലോസഫി എന്നല്ല, ഇപ്പോൾ പൊളിറ്റിക്സും കൂടെ മിക്സ് ആയല്ലോ വഹാബിസം വന്നപ്പം. ഇതൊരു രാജാവിൻ്റെ തിയറിയും കൂടായി, അതിൻ്റെ പേരിൽ ഭരണമായി. അപ്പം വഹാബിസത്തെ പറ്റിയുള്ള സ്റ്റഡി ഒരു എന്താ പറയുക, ഒരു ബൃഹത് ഗ്രന്ഥം എന്ന് പറയാവുന്ന ബുക്സ് ഏതാ ഇംഗ്ലീഷിൽ 2023 പബ്ലിഷ് ആയതാണ്. കോൾ ബൻസൽ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, വഹാബിസം ദി മിലിറ്ററി ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. മിലിറ്ററി ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. മിലിറ്ററി ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് 400-500 പേജസിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ അദ്ദേഹം വെൽ റിസർച്ച്ഡ് ആണ്. 1-2 വർഷം അദ്ദേഹം സൗദിയിൽ പോയി അവിടെ ഇരുന്ന് മാനുസ്ക്രിപ്റ്റ്സ് പോലും വായിച്ചിട്ട് അവരുടെ എന്താണ് ആശയം എന്നുള്ളത് അത് ഫുള്ള് ഒരു പക്ഷി എടുത്തിട്ട് ഒരു സൈഡിൽ താസുബ് അങ്ങനെ കാണിച്ചിട്ടായിരുന്നാണ് ഉള്ളതുപോലെ ഹിസ്റ്ററി ആയിട്ടായി തന്നെയാണ്, അല്ലാതെ ഒരു ശരിയായ പോയിന്റ് ഓഫ് വ്യൂ ഒന്നല്ല. പക്ഷേ അതിൽ പല സ്ഥലങ്ങളിലും കമ്പയർ ചെയ്യുന്നുണ്ട് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിൻ്റെ അഭിപ്രായങ്ങളും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും. അവരെങ്ങനെയാണ്, ഡിഫറൻസ് എവിടെയാണുള്ളത്, അവരുടെ അഖീദയിൽ എവിടെയാണ്, അതേപോലെ തന്നെ രീതികളിലും പല ഇതിലും കുറച്ചൊക്കെ അൽബാനിയെന്ന് പറയാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർ അൽബാനിക്കെതിരെ തിരിയും. ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി ഇബ്നു അബ്ദുൽ വഹാബിനോട് അധികം അറ്റാച്ച്മെൻറ്റ് അൽബാനിക്കില്ല. അദ്ദേഹത്തിന് ഇബ്നു തൈമിയനോടും സലഫിയത്തിനോടും അഖീദനോടേ ഉള്ളൂ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി മുമ്പോട്ട് വരികയും ഉസ്മാനികളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ മാറ്റിയിട്ടാണല്ലോ ഭരണത്തിൽ വരുന്നത്. അപ്പോൾ അതിനും അവർക്ക് കുറേ അസംബന്ധങ്ങൾ പറയേണ്ടി വരും. ഇവരെ കാഫിറാക്കി കാണിക്കണം. മുഴുവൻ മുസ്ലിം, അതായത് സാമാന്യ ജനത്തിന് അവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പം എന്തെങ്കിലും കാരണം പറയണമല്ലോ. അപ്പോൾ അതിലുറപ്പായിട്ട് ഇവർക്ക് അതിര് കവിയേണ്ടി വരും. അങ്ങനെ പറഞ്ഞതിന് ഇവർ ഇന്ന് ന്യായീകരിക്കേണ്ടി വരും. ഒന്നുകിൽ കൊന്നതിനെ ന്യായീകരിക്കണം, അല്ലെങ്കിൽ ആ പറഞ്ഞ കാരണങ്ങൾ ന്യായീകരിക്കേണ്ടി വരും. ഇന്നിപ്പോൾ കൊന്നെന്നുള്ളതിനെ അവർ പറയില്ല, മുടിയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇറാനിൽ ഷിയാക്കൾ ഭരണത്തിലേറിയപ്പം അഹ്ലുസുന്നയുടെ ഒരുപാട് പേരെ വധിച്ചു എന്ന് പറയുന്നു, മുസ്ലിങ്ങളെ വധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇവരെങ്ങനെ ഭരണത്തിൽ, വഹാബികൾ എങ്ങനെ സൗദിയിൽ ഭരണത്തിൽ കയറിയത്? ഇറാനിലെ ഷിയാക്കൾ കൊന്നത് മുസ്ലിങ്ങളെയാണ്, അഹ്ലുസുന്നനാണെങ്കിൽ. അപ്പോൾ ഇതോ ഇനിയല്ല, ഇവിടെ ഉള്ളതൊക്കെ മുശ്രിക്കാണെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് എങ്ങനെ മുസ്ലിമായി? അവിടെ നേരത്തെ വഹാബിസം ഉണ്ടായിരുന്നോ? കാരണം വഹാബികൾ മാത്രമാണ് മുസ്ലിങ്ങളെങ്കിൽ ഇറാനിലെ വിപ്ലവത്തിൻ്റെ പേരിൽ ഇവർ കൊന്ന അഹ്ലുസുന്നൻ്റെ ആളുകളെ പറ്റി, ഷിയാക്കൾ കൊന്നവരെ പറ്റി ഇവരെന്ത് പറയും? ബിലാൽ ഫിലിപ്സ് കേട്ടിട്ടുണ്ടോ? ആള് അറിയപ്പെടുന്ന ആളാണ്. അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിലും അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബിൻ്റെ ഒരു ഷർഹുണ്ട്, ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ
വളരെ സത്യമാണ് കേട്ടോ ആൾക്കാർ, വളരെ ഉപരിപ്ലവമായിട്ടുള്ള അറിവേ ഉള്ളൂ. യാസർ ഖാലിൻ്റെ ലെവലിലൊന്നും ഇല്ല. അല്ല മറ്റ് അതാണ് അത്ര ലെവൽ എത്തുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. അതെ അതെ, എക്സ് സെലഫീസിൻ്റെ ഒരു വലിയൊരു ഹബ്ബൻ ഉണ്ടല്ലോ ഇന്ന്. അതെ അതെ. ഇപ്പം ഇതിൽ ആ മറ്റേ ബിലാൽ ഫിലിപ്സ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് അവർ ഷെയ്ഖാണ്, മുജദ്ദിദായിട്ടാണ് അതിൽ പറയുന്നുള്ളത്. അപ്പോൾ ആ കിതാബിൽ ആദ്യം തന്നെ പറയുന്നുള്ളത് അദ്ദേഹം ജിഹാദ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് ആരെ അഗെയിൻസ്റ്റാണ്? പോളിത്തിയസ്റ്റ്, അദ്ദേഹം പറയുന്ന മുശ്രിക്കുകൾ, കുബൂരികൾ, ഫ്രഞ്ചുകാരാണ്, ഇംഗ്ലീഷുകാരാണ്. അദ്ദേഹം അങ്ങനെ എടുത്ത് പറയും നോൺ മുസ്ലിംസ് ആയിട്ടല്ലായിരുന്നു, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഷിർക്ക് ചെയ്ത് നടക്കുന്നവരെ എതിരെയാണ് ജിഹാദ് ഡിക്ലെയർ ചെയ്തത്. ആര് ഷെയ്ഖിൻ്റെ തൗഹീദിനെ അംഗീകരിച്ചിട്ടില്ല അവരെതിരൊക്കെ ഷെയ്ഖ് ജിഹാദ് ചെയ്തെന്നുള്ളത്. യെസ്, ഉള്ളത് പോലെ പറഞ്ഞാൽ മതി. വരെ കൊന്നിട്ട് കൊന്നില്ല എന്ന് പറയരുത്.